ഹായ് ചേട്ടാ, ഈ എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ഷാറൂഖ് ഖാൻ, രമേശ് പിഷാരടി ഇങ്ങനെയുള്ളവരൊക്കെ ഇത്രയും പോപ്പുലർ ആകാനുള്ള റീസൺ എന്താ അറിയോ? എനിക്കുള്ളതുപോലെ ഒരു കൂട്ടുകാരൻ ഇവർക്കില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും കാണാം, ഈ നമ്മുടെ നാട്ടിലും വീട്ടുകാർക്കും ഒന്നും തീരെ ഇഷ്ടമില്ലാത്ത നമ്മുടെ ഒരു കൂട്ടുകാരൻ എനിക്കൊണ്ടൊരുത്തൻ. ഇവരോടൊരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവൻ ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ടാഗ് ചെയ്യാൻ പോയിട്ട് #ടാഗ് ഇട്ടൊന്നും മെൻഷൻ പോലും ചെയ്തിട്ടില്ലെന്ന്. അച്ചാദ്യം പണ്ടതായിരിക്കും. ചേട്ടാ, ഞങ്ങളുടെ അടുത്തൊരു കടയിൽ ഒരു ബോർഡുണ്ട്, ഇവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഒരു സമ്മാനം ഉറപ്പ്. അങ്ങനെ എല്ലാവരും അവിടെ പോയി മേടിക്കാറുണ്ട്. ഈ ബോർഡ് കണ്ടിട്ട് അവിടെ ചെന്ന് 100 രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിയിട്ട് സമ്മാനത്തിന് വെയിറ്റ് ചെയ്തവനാണ് ഇവൻ. ഇതൊക്കെ ചെറുത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രിപ്പിന് പോയി. റീസെൻ്റ്ലി ഞങ്ങളൊരു ട്രിപ്പിന് പോയപ്പോൾ ഞാൻ പറഞ്ഞാ വെള്ളച്ചാട്ടത്തിനോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തോർത്തെടുത്തില്ല, നീ ഒരു തുണിക്കട കാണുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവനൊരു ബുട്ടീക്ക് ചെന്ന് തോർത്ത് ചോദിച്ചു. ചേട്ടാ, ഈ പോയി ചോദിച്ചതാ പോട്ടെ, ആ ഡിസൈനർ തൻ്റെ കരിയറിൽ ഇങ്ങനൊരു ചോദ്യം വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ ബുദ്ധിയില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നതോ പോട്ടെ, ഇവൻ്റെ കോഴിത്തരമാണ് അൺസഹിക്കബിൾ. അതായത് ഒരു ക്വാളിറ്റി ഇല്ല. ഇവൻ ഡയാനെ പോലും ഇവൻ വായി നോക്കി കളയും. അങ്ങനെ ഒരുത്തൻ. നമ്മളൊക്കെ നമ്മുടെ ഒരു കരിയർ ചൂസ് ചെയ്യുന്നത് എങ്ങനെ? ഒന്നിലേക്ക് ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പോവും, അതും അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കും. ഇവൻ മാട്രിമോണി സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഏത് ജോബ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ റിക്വസ്റ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് ആ ജോബിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തവനാണ് ഇവൻ. ഇവൻ്റെ ഈ കോഴിത്തരം കാരണം ആക്ച്വലി ഇവൻ്റെ കരിയർ വരെ മാറിപ്പോകേണ്ടതായിരുന്നു. കാരണം ഇവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഇവൻ എപ്പോഴും അനിമൽ പ്ലാനറ്റാണ് കാണുന്നത്, അതുകൊണ്ട് ഇവനെ വെറ്റിനറി മെഡിസിൻ വിടാമെന്ന്. ഇവൻ്റെ വീട്ടുകാർ ഇവൻ അനിമൽ പ്ലാനറ്റ് കാണുന്നേ കണ്ടിട്ടുള്ളൂ. തൊട്ടടുത്ത ചാനൽ ഫാഷൻ TV ആണെന്നുള്ളത് ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇവൻ്റെ നോട്ടം ആനിമേലിലല്ല ആൻറ്റിമേലാണെന്ന്. അതോടെ ആ പ്ലാൻ ഒരു ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഈ കോഴിത്തരം ആയിട്ട് നടക്കുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ടുള്ള ഏക ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ കോഴിത്തരം ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലൈൻ സെറ്റ് ആകുന്നത്. അതായത് ഇവൻ്റെ ഒരു ലൈൻ ബ്രേക്കായി അടുത്ത് സെറ്റ് ആകാൻ വേണ്ടി വിത്തിൻ 7 to 10 ബിസിനസ് ഡേയ്സ് എടുക്കത്തുള്ളൂ. ഇവൻ്റെ എത്രാമത്തെ ഒരു ലൈനിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയപ്പോൾ ഇവൻ എന്നെ വിളിച്ചു. ഞാൻ സിനിമയല്ലേ പോയേക്കാന്ന് പറഞ്ഞു പോയി. ചേട്ടാ, ഒരു സിനിമയുടെ റിവ്യൂ കണ്ട് ഏറ്റവും മോശം സിനിമയ്ക്ക് പോകുന്ന ഏക കാറ്റഗറി എന്ന് പറയുന്നത് ഈ കപ്പിൾസ് ആയിരിക്കും. കാരണം തിയേറ്ററിൽ ആൾ കാണത്തില്ലല്ലോ. പിന്നെ ഇവര് ഇരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സീറ്റും ബുക്ക് ചെയ്യും. ഏതാണെന്നറിയാമല്ലോ? ഏതാ? കോർണർ സീറ്റ്. എടാ മോനെ, നിനക്ക് ഇതൊക്കെ അറിയാലേ. അതായത് കോർണർ സീറ്റിലായിരിക്കും ഇവർ എപ്പോഴും ഇരിക്കുന്നത്. സിനിമ തുടങ്ങി, നായകൻ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവനും കെട്ടിപ്പിടിക്കുന്നത്, നായകൻ കിസ് അടിക്കുമ്പോൾ ഇവനും കിസ് അടിക്കുന്നത്. അതായത് സ്ക്രീനിന്റെ റിഫ്ലക്ഷനൊക്കെ എനിക്ക് സീറ്റിൽ കാണാം. ഇതിൽ ഏത് സീൻ നോക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല ഞാൻ. പക്ഷെ അന്നാണ് ചേട്ടാ എനിക്ക് മനസ്സിലായത് ഈ സെൻസർ ബോർഡിന്റെ ഒരു ഗുണം. അല്ലായിരുന്നെങ്കിൽ ആ നൂൺ ഷോയുടെ കൂടെ ഇവന്റെ ഷോയും കൂടെ ഞാൻ കാണേണ്ടി വന്നേരെ. സത്യത്തിൽ ഞാനിപ്പോൾ ഇത്രയൊക്കെ നിങ്ങളോട് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ ചുമ്മാ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി ഇവനെ കുറിച്ച് കയറ്റി അടിക്കുന്നതാണ്. സത്യമായിട്ടല്ല. ഈ കസ്റ്റമർ കെയറിലെ വിളിക്കുന്ന ചേച്ചിമാർ ഒരു ശല്യമായിട്ട് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ കസ്റ്റമർ കെയറിലെ ചേച്ചി ബ്ലോക്ക് ചെയ്ത ആദ്യത്തെ വ്യക്തി ഇവനായിരിക്കും. കാരണം ഡേറ്റ പ്ലാന്റെ കാര്യം പറയാൻ വന്ന ചേച്ചിയോട് വൈകിട്ട് എന്താ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ബ്ലോക്ക് ചെയ്യാതെ വേറെ എന്തോ ചെയ്യും. ഞാൻ തീരുമാനിച്ചേട്ടാ, ഇവനുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയും കട്ട് ചെയ്യണം. സത്യം പറയാമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എൻ്റെ വെർജിനിറ്റിയും, 2 ഇവനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ. 2 എന്നെ കിട്ടി ഇതുവരെ പോയിട്ടില്ല. ഞാൻ അപ്പോൾ എവിടെയും ഞാൻ കണ്ടു, റീലെന്തോ എവിടെയും ഞാൻ കണ്ടു. അതായത് നമ്മൾ ഈ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാകും. ഈ ഫ്രണ്ട്ഷിപ്പിനുള്ള ബന്ധം അത്രേ ഉള്ളെന്നൊക്കെ. എന്നാൽ അങ്ങനെങ്കിലും പോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞടാ, നീ എന്നോട് മേടിച്ച കാശല്ലേ എനിക്ക് തിരിച്ചു തരണം, അതെനിക്ക് തന്നവർ എനിക്ക് കാശിന് ടൈറ്റ് ആണെന്ന്. ഇവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഷെയർ ചെയ്തേക്കുന്നു. ഇവൻ്റെ തന്നെ എൻ്റെ ഈ റീലിന് വിജയ് മല്യ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവണം? അറ്റ്ലീസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അതും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് എങ്കിലും ചെയ്യണം. ഇവരിൽ നിന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ തുണിക്കട നിൽക്കുന്ന ചേട്ടന്മാരാണ്. കാരണം ഞാൻ ട്രയൽ റൂമിൽ കയറിയിട്ട് എന്തിട്ടിട്ട് ഇറങ്ങിയാൽ ഇവർ പറയും അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കടയിലോട്ടാണ് കയറി ചെന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് പൊളി, ഇത് മതി. ഞാൻ മോട്ടിവേറ്റ് ആയി പൈസയും കൊടുത്ത് ഇറങ്ങിയിട്ട് ഓർത്തെ പുള്ളി ഇത് ഞാൻ ഇട്ടോണ്ട് പോയ ഷർട്ടാണല്ലോ ഒന്നും. അച്ചാത്തി മോട്ടിവേഷൻ. ഞാൻ തീരുമാനിച്ചേട്ടാ, ഇവനുമായിട്ടൊന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഇവനോടുള്ള കമ്പനിയൊക്കെ വിട്ട് ഒരു ധ്യാനമൊക്കെ കൂടി അങ്ങ് നന്നാകാൻ വേണ്ടി തീരുമാനിച്ചു. ധ്യാനമൊക്കെ കൂടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹായിക്കാനുള്ളൊരു ത്വരയാണ്. സഹായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസഹായം. അതിപ്പോൾ ഒരു ഒച്ച അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് 10 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലോട്ട് ഇട്ട് കളയും. അമ്മാതിരി സഹായം. ഞാൻ ധ്യാനം കൂടി നേരെ വീട്ടിൽ വന്ന് ഒരു കാർഡ്ബോർഡിനകത്ത് ഡ്രസ്സെല്ലാം വാരി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പട്ടിണി പാവങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഡൊണേറ്റ് ചെയ്യണം. എൻ്റെ ക്രെഡിറ്റ് പോലും എനിക്ക് വേണ്ട, അപ്പൻ എടുത്തോളാൻ. അപ്പം അതേപോലെ പെട്ടി എനിക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടാ, മോനെ നിന്റെ ഷർട്ടിൻ്റെ സൈസ് പാകമാകുന്ന ഒരു പട്ടിണി പാവങ്ങളും നമ്മുടെ നാട്ടിലില്ലെന്ന്. സംഭവം ബോഡി ഷെയ്മിങ് ആണെങ്കിലും അതിൽ കാര്യമുള്ളതുകൊണ്ട് ഞാൻ അപ്പനോടൊന്നും പറഞ്ഞില്ല.
പക്ഷേ ഈ ധ്യാനം കൂട്ടിയിട്ടൊന്നും ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വിട്ടില്ല. കാരണം മനിതനുണർന്നുകൊള്ളത് മനിതർ കാതലാണോ? അല്ല, കാര്യമൊന്നുമല്ല. ഇനി എങ്ങാനും ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് ഇവനെങ്ങാനും നന്നായി പോയി നാട്ടുകാർ പറത്തില്ല ഞാനായിരുന്നു പഴയെന്ന്. സോ അത് അതേം താണ്ടി പുനിതമായത്. താങ്ക് യു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു കൈ എടുക്കുമോ? ആക്ച്വലി നമുക്ക് പലതരത്തിലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ചില ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു സോൾമേറ്റ് പോലെയൊക്കെ തോന്നും. അറ്റ് ദ സെയിം ടൈം ഇതുപോലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? സോബിന് നല്ല പ്രകടനമായിരുന്നു, നല്ല രസമുള്ളൊരു പ്രകടനമായിരുന്നു. ഈ സോബിൻ കുറച്ചുകൂടെ ഈസായി, സോബിൻ കുറച്ചുകൂടെ പ്രോ ആയി. നല്ല രസമുണ്ടായിരുന്നു, നല്ല നർമ്മങ്ങളായിരുന്നു. ഈ സൗഹൃദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെല്ലാം. ഈ സുഹൃത്തുക്കളുടെ ഒരു കാര്യം, നമ്മളങ്ങനെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയല്ല, സുഹൃത്തുക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരേ താല്പര്യമുള്ളവർ തമ്മിൽ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്കൂളിൽ കൊണ്ട് 10-40 പിള്ളേരെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പഠിക്കുന്നവന്മാരുടെ ഒരു ഗ്രൂപ്പ്, പഠിക്കാത്തവന്മാരുടെ ഒരു ഗ്രൂപ്പ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ചില ആളുകൾ തമ്മിൽ സൗഹൃദമാകും. പക്ഷേ ചൂസ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ചൂസ് യുവർ എനിമീസ് വൈസ്ലി എന്ന് പറയും. വലിയ പ്രാധാന്യമുണ്ട് ഇവർക്ക്. നമ്മളെപ്പോഴും എല്ലാ മനുഷ്യരും ഈ കൂട്ടത്തോട് ഇഴുകിച്ചേരാൻ പ്രത്യേക താല്പര്യമുള്ളവരാണ്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തോട്, പൊതുവായ കാര്യങ്ങളോട് എപ്പോഴും ഇഴുകിച്ചേരുക, അതാണ് സമൂഹത്തിന് ഏറ്റവും അനുരൂപനായവൻ എന്ന് വിചാരിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരെങ്ങനെയാണോ ഏതാണ്ടൊക്കെ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും, ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗംഭീരമായി കേട്ടോ. സോബിൻ നന്നായിരുന്നു. സോബിൻ നല്ല രസമായിരുന്നു. സോബിൻ തിയേറ്ററിൽ കാമുകികാമുകന്മാരുടെ എന്തൊരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ഭയങ്കര കൈഡിയായിരുന്നു പിള്ളേരെല്ലാം. അതിന് ഒരാൾ ആൻസർ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മള് പണ്ട് ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു പഴയ ഒരു ട്രൂപ്പിനകത്ത് ഒരു ഗായിക ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ട്രൂപ്പിലുള്ള ഒരു 5 പേരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ഈ 5 പേർക്കും പ്രണയമുണ്ട്. മാഞ്ചാലിയെ പോലെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് നടക്കുന്നത്, ഇവളുടെ കൂടെ നടക്കുന്നത്. ഈ പറയുന്ന അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ പ്രശ്നമാകുന്നുണ്ട്. ഒരു 5 പേരും കൂടെ കൊണ്ടുപോയിട്ട് ആളില്ലാത്ത തിയേറ്ററിൽ പോയാലേ ഈ അടുത്തിരിക്കാൻ മാറി മാറി ഇരുന്നാലും ഇവർക്ക് ഒന്ന് മുട്ടി ഉരുമി ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഒരു പടം സെലക്ട് ചെയ്തു. ഷാജിയൻ കരുണിന്റെ സ്വം എന്ന് പറയുന്ന സിനിമ. കാരണം അതിന് അന്ന് അവാർഡ് പെടാതുകൊണ്ട് ആളില്ലെന്ന് വിചാരിച്ച് ഇവർ കൊണ്ടുപോയി ടിക്കറ്റൊക്കെ എടുത്ത്, ഹൈ ക്ലാസ് ടിക്കറ്റ് തന്നെ എടുത്ത് എങ്ങനെയൊക്കെ പൈസ പിരിച്ചാൽ എടുത്ത് അകത്ത് ചെന്നപ്പോഴേ ആ തിയേറ്ററിൽ അന്ന് ഫുള്ളായിരുന്നു. അങ്ങനെ അവിടുത്തെ ടിക്കറ്റ് കീറുന്ന ആള് ടോർച്ചടിച്ചിട്ടേ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് 5 സ്ഥലത്തുണ്ട്. ഇവള് അടുത്ത് ഇരുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോ പറഞ്ഞു, ബാക്കി 3 പേര് ഞാൻ കൃത്യം പറഞ്ഞുതരാം. സോം ഇറങ്ങിയത് ഒരു 94-95 94 ലാസ്റ്റ് ഡിസംബർ 95 സോം ഇറങ്ങുമ്പോ നിങ്ങളുടെ ഏത് പടം ഷൂട്ടിംഗ് നടക്കുന്നത്? മിമിക്സ് പരേഡോ? കൈ കൊടു. പിടിച്ചു ആ സമയത്ത് അതിന്റെ അത് തന്നെ. അജയൻ ചേട്ടാ എന്താ പറയുന്നു? ആളെ ബുക്ക് ചെയ്യുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അഡ്രസ്സൊക്കെ തരണം കേട്ടോ. ആദ്യം പറഞ്ഞ ആ ഒരു ബുദ്ധിയില്ലാത്ത കൂട്ടുകാരനില്ലേ, അതുപോലത്തെ ഒരു ഡ്രൈവർ എനിക്കും ഉണ്ടായിരുന്നു. ഒറ്റ ബുദ്ധി രവീന്ദ്രൻ എന്നാ വിളിക്കുന്നത്. അവന് ഒരു ബുദ്ധിയേ ഉള്ളൂ. ഒരു കുളമാവിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരിക. ഇവൻ രാത്രി വണ്ടി ഒതുക്കിയിട്ട് പറയാ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു എന്താ വണ്ടി ഓടിക്കാൻ പറ്റാത്തത്? ഫോഗുണ്ട്, വണ്ടിക്ക് ഫോഗ് ലാമ്പില്ല, അത് കാരണം ഓടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടാ നമുക്ക് രാവിലെ അവിടെ എത്തേണ്ടതാണ്, നീ എന്തായാലും വണ്ടി ഓടിക്കുക. ഇല്ല ചേട്ടാ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഫോഗ് ലാമ്പില്ല, കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മുമ്പിൽ പോണ KSRTC ബസ്സിൻ്റെ ടൈൽ ലാമ്പുണ്ടല്ലോ, അത് നോക്കി നിനക്ക് ഓടിക്കാൻ പാടില്ലേ? ആ അത് ശരിയാണല്ലോ. അപ്പോഴാണ് അവന് ബുദ്ധി കിട്ടിയത്, രണ്ടാമത്തെ ബുദ്ധി. എൻ്റെ പൊന്നെ പിഷാരടി 3000 രൂപ KSRTCക്കാർ മേടിച്ചെടുത്തു. പുറകെ ഓടിച്ചതിന് പൈസ മേടിക്കുന്നത്? എൻ്റെ പിഷാരടി ഇവൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത വണ്ടിയുടെ പുറകെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അനധികൃതമായിട്ട് ബസ് സ്റ്റാൻഡിൽ കയറി എന്ന് പറഞ്ഞിട്ട് 3000 രൂപ മേടിച്ചെടുത്തത്. അപ്പോൾ സോബരെ മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. പ്ലസ് പുള്ളി ബുക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളും ഒക്കെ പുള്ളി ലേറ്റർ പറയും. പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് മേടിച്ചോളാം. അത് നമുക്കുള്ള ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.